ഞാൻ ആദ്യമായിട്ട് കേക്കുകൾ ചെയ്തു തുടങ്ങിയ സമയത്ത് എനിക്ക് വളരെ കുറച്ച് ഫ്ലേവറിലുള്ള കേക്കുകൾ മാത്രമേ അറിയത്തുള്ളായിരുന്നു കേട്ടോ. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും റെഡ് വെൽവെറ്റും ബട്ടർ സ്കോച്ചും അങ്ങനെ അങ്ങനെ വളരെ കുറച്ച് ഫ്ലേവേഴ്സുകളെ. അതിനുശേഷം നമ്മുടെ ലോകം തന്നെ ഇതായിട്ട് മാറുമ്പോൾ നമ്മൾ പലരോടും ചോദിച്ചും അറിഞ്ഞും ക്ലാസ്സിന് പോയും ഒക്കെയാണ് ബാക്കിയുള്ള ഫ്ലേവേഴ്സൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തത്. എത്രയൊക്കെ ഫ്ലേവേഴ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം ഫ്ലേവേഴ്സ് നമ്മൾ മാത്രം സെയിൽ ചെയ്യുന്ന നമ്മുടെ മാത്രമായിട്ടുള്ളൊരു ഫ്ലേവറുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമല്ലേ. അങ്ങനെ കുറച്ച് ഫ്ലേവേഴ്സ് എൻ്റെ മെനുവിലുണ്ട് കേട്ടോ. ഇത് അതിൽ പെടുന്നൊരു കേക്കൊന്നുമല്ല. ഇന്ന് നമുക്കൊരു 1 kg ഫ്രഷ് ഫ്രൂട്ട് കേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഈ ഫ്രഷ് ഫ്രൂട്ട് കേക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് സീസണിൽ ഏത് ഫ്രൂട്ടാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ടാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ മാംഗോയുടെ സീസൺ ആണെങ്കിൽ നല്ല മാംഗോയൊക്കെ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ സീസൺ ആണെങ്കിൽ നമുക്ക് സ്ട്രോബെറി വെച്ച് ചെയ്യാം. അങ്ങനെ ഓരോ സീസണിലും ഓരോ ഫ്രൂട്ട്സ് ആണല്ലോ വരുന്നത്. അപ്പോൾ ആ ഫ്രൂട്ട്സ് മാറുന്നതിനനുസരിച്ച് കേക്ക് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീലിങ്ങിലും വ്യത്യാസം വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ കൊണ്ടുപോയ കസ്റ്റമേഴ്സൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞൊരു കേക്കാണ്. നല്ല ഫ്രൂട്ട്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. ഞങ്ങൾ ബേക്കേഴ്സിന് ഇതേപോലെ ഫ്രഷ് ഫ്രൂട്ട് കേക്ക് വരുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മുടെ വാഞ്ചോ പോലെയോ ബട്ടർ സ്കോച്ച് പോലെയോ വൈറ്റ് ഫോറസ്റ്റ് പോലെയോ ഒന്നുമല്ല. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്തെടുക്കാം. കാരണം കസ്റ്റമേഴ്സ് പ്രത്യേകിച്ച് തീം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാനതിങ്ങനെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു 6 കപ്പ് കേക്കും കൂടി കസ്റ്റമർ പറഞ്ഞത് ഓർമ്മ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ കപ്പ് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി കപ്പ് കേക്ക് അങ്ങ് ബേക്ക് ചെയ്യാനായിട്ടുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടോ. എന്തായാലും ഇപ്പോൾ ഓർമ്മ വന്നത് കാര്യമായി. ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടിപ്പോയേനെ. അങ്ങനെ പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ കേക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കിവിയും കുറച്ച് നമ്മുടെ ആപ്പിളും കുറച്ച് സിട്രസും കുറച്ച് പൊമഗ്രാനൈറ്റും പിന്നെ നമ്മുടെ ബ്ലൂബെറിയും ഒക്കെ വെച്ചിട്ടാട്ടോ ഞാനിത് ഡെക്കറേഷൻ ചെയ്യുന്നത്. ഇത് എത്രയൊക്കെ ചെയ്താലും നമുക്കൊരു തൃപ്തി വരത്തില്ല കേട്ടോ. എനിക്കങ്ങനെയാണേ. അപ്പോൾ ബാക്കി ബേക്ക് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നമുക്ക് എന്തൊക്കെ ചെയ്താലും ഇതിനൊരു ഒരു എന്തോ ഒരു കുറവുണ്ടല്ലോ, ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്നൊക്കെ ഒരു തോന്നൽ വരും കേട്ടോ. അങ്ങനെ ഞാൻ ദാ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി കേട്ടോ. ബൈ.